ഇവിടുത്തെ മീഡിയാസിനോടും അതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ അത് വാർത്ത കൊടുക്കുകയും അല്ലാത്ത സമയത്ത് വേറെ അത്ര ഗൗരവമില്ലാത്ത തരത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് മീഡിയാസ് ചെയ്യരുത്. അവരോടും അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പട്ടാമ്പി MLA മുഹസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ മറയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പല ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലഹരി പോലൊരു സാമൂഹ്യ വിപത്ത് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ കുറ്റപ്പെടുത്തലുകൾ നടത്തി ആ ചർച്ചയുടെ അന്തസ്സ് കുറയ്ക്കലെന്നാണ് മുഹസിൻ MLA പറയുന്നത്. ഇത് പ്രതിപക്ഷത്തിന് മാത്രമല്ല, സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്കും ഇത് ബാധകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോഴത്തേക്കും അവരെക്കുറിച്ചുള്ള വാർത്ത സ്പെഷ്യലായി കൊടുക്കുകയും എന്നാൽ വാർത്ത മാറുമ്പോഴത്തേക്കും പിന്നെ സാധാരണ ചർച്ചയ്ക്ക് അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന രീതി മാധ്യമങ്ങൾ നിർത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യമേ ഞാനൊരു റിക്വസ്റ്റ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, ദയവ് ചെയ്ത് ലഹരിയുടെ വിഷയം ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാക്കി മാറ്റി അതിൻ്റെ വില കുറച്ച് കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. ഈ സഭയിൽ ചർച്ച വരുന്ന സമയത്ത് ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുകയും ഒരു സാമൂഹ്യ വിപത്ത് എന്നുള്ള നിലക്ക് അതിനെ നേരിടുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചയുടെ സ്വഭാവം ഗൗരവവും കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ രീതിയിലേക്ക് മാത്രമായി നമ്മുടെ ചർച്ചകളെ കൊണ്ടുപോകരുത്. അതൊരു സാമൂഹ്യ വിപത്താണ് എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി അതിനെ നേരിടേണ്ടതുണ്ട്. അതിന് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതി മതമോ ഒന്നും തന്നെ ഒരു പ്രശ്നമാക്കി എടുക്കരുത് എന്നെനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഇവിടുത്തെ മീഡിയാസിനോടും അതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ അത് വാർത്ത കൊടുക്കുകയും അല്ലാത്ത സമയത്ത് വേറെ അത്ര ഗൗരവമില്ലാത്ത തരത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് മീഡിയാസ് ചെയ്യരുത്. അവരോടും അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, നമ്മുടെ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് വീടില്ലാത്ത സാഹചര്യത്തിൽ കഴിയുന്നത്. അവിടെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം, ഒരു കൊച്ചു കേരളം 5 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ലൈഫ് പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് വിഹിതമാണ് നമുക്ക് കിട്ടുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മാതൃകാ പരിപാടി നമ്മൾ ലോകത്തിന് മാതൃകയായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ മറ്റൊരു നേട്ടത്തിലേക്ക് പോവുകയാണ്. ഈ വരുന്ന കേരളപ്പിറവി ദിനത്തിൽ രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ, അതിദാരിദ്ര്യം പോലും ഇല്ലാതെയാക്കുന്ന സംസ്ഥാനമായി ആദ്യമായി നമ്മൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അഭിമാനിക്കാവുന്ന കാര്യമാണ്. മാലിന്യ സംസ്കരണ മേഖലയിലും നമ്മൾ വലിയ നേട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. മാലിന്യ മലയായിരുന്ന, മൂക്കുപൊത്താതെ പോകാൻ കഴിയാത്ത ബ്രഹ്മപുരം ഇന്ന് നമുക്കെല്ലാവർക്കും പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന രീതിയിൽ വലിയ മാറ്റത്തിലേക്ക് പോവുക മാത്രമല്ല, അസാധ്യമായത് സാധ്യമാക്കാം എന്നുള്ള ഒരു വലിയൊരു കോൺഫിഡൻസ് കൂടി മാലിന്യ സംസ്കരണ മേഖലയിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന് പ്രത്യേകം മിനിസ്റ്ററെയും വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റം പരിഷ്കരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല. ഇന്ന് NIRFന്റെ റാങ്കിങ്ങിലും നാക്കിൻ്റെ അക്രഡിറ്റേഷനിലും ഒക്കെ തന്നെ കേരളത്തിൻ്റെ സാന്നിധ്യം വളരെ മുന്നിലായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നേരത്തെയൊന്നും നമ്മുടെ പേരുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ ആ റാങ്കിങ്ങിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. വലിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വിജ്ഞാന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടുകൂടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തി ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായിക്കൊണ്ട് കേരളം മാറാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കരിക്കുലം വലിയ തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് പരിഷ്കരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മളെ കോഴ്സുകളും ക്രെഡിറ്റും പരസ്പരം അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലോകത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റി നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് പ്രോഗ്രാം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കരിക്കുലം മോഡേണൈസേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി അക്കാഡമി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാർട്ട്ണർഷിപ്പ് പരിപാടികൾ നമ്മൾ ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്.
ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ മാറ്റത്തിനനുസരിച്ച് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഈ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് കൂടി ഇന്റർനാഷണൽ മറ്റു ഫാക്കൽറ്റികളുമായി ബന്ധപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു തരത്തിലേക്ക് നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. റിസർച്ചുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആഗോള നിലവാരത്തിലേക്ക് ടീച്ചേഴ്സിനെ കൂടി ഉയർത്തുന്ന തരത്തിലേക്ക് മാറണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മാതൃകയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യമായ ഒരു കാലം നമുക്കുണ്ടായിട്ടില്ല. 5 കോടി 3 കോടി 1 കോടി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിച്ചു. ഇപ്പോൾ കൂടുതൽ വിദ്യാലയങ്ങളിലെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 400-ലധികം വരുന്ന വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യത്തെ സമ്പൂർണമായ വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റലൈസ് ചെയ്ത സംസ്ഥാനമായി കേരളം മാറി. ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള കുതിപ്പിനൊപ്പം തന്നെ അക്കാദമികമായി മറ്റെല്ലാ മേഖലയിലും മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ഏറ്റവും പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയിൽ അധ്യാപകരായിരുന്ന വിഭാഗം വരുന്ന ഏതാനും 1-2 വർഷം കൊണ്ട് ഇല്ലാതെയായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. പല കുട്ടികളും പരമ്പരാഗത രീതിയിലുള്ള ക്ലാസ് മുറികളിൽ പുതിയ ജനറേഷൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അധ്യാപകർ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ നിന്ന് ഇന്ന് കുറച്ചും കൂടെ നോളജ് ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലേക്ക്, കുറച്ച് ഗൈഡുമാരാണ് എന്നുള്ള രീതിയിലേക്ക്, അതോടൊപ്പം തന്നെ ഓരോ അധ്യാപകരെയും വിദ്യാർത്ഥികളുടെ മെന്റർമാരായി മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം അനിവാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. 1 മുതൽ 10ാം ക്ലാസ് വരെ പാഠപുസ്തകങ്ങൾ വളരെ ജനകീയമായ ചർച്ചകൾക്ക് ശേഷം നമ്മൾ പരിഷ്കരിച്ചു. ഏറ്റവും മികച്ച രീതിയിൽ പരാതികളില്ലാതെ പരിഷ്കരിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ കൂടി ഈ പരിഷ്കരണത്തിന് ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ലോക നിലവാരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കാനും എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കാൻ വേറെ കോച്ചിങ്ങിന് പോകാതെ തന്നെ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സിലബസുകൾ അതുമായി ചേർന്നുകൊണ്ടുള്ള രീതിയിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരീക്ഷകൾ എഴുതുമ്പോൾ തന്നെ കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതുമ്പോൾ OMR രീതിയിലും അതുപോലെ തന്നെ ആ രീതിയിൽ പരീക്ഷകൾ എഴുതാനുള്ള ഒരു ട്രെയിനിങ്ങും ആ രീതിയിലേക്ക് നമ്മുടെ പൊതുപരീക്ഷകൾ പൂർണ്ണമായി മാറണം എന്നാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ ഹൈസ്കൂൾ കുട്ടികളെ തുടങ്ങി അവരുടെ ഒരു കരിയർ അല്ലെങ്കിൽ ടാലൻറ്റ് മാപ്പ് ചെയ്തുകൊണ്ട് ആ മേഖലകൾ അവർക്ക് പ്രത്യേകമായി, ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മേഖലയിൽ കുറച്ച് ടാലൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു സർട്ടിഫിക്കറ്റ് സ്കോൾ കേരള അടക്കമുള്ള മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അടക്കം എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി പരിഷ്കരിക്കുകയാണെങ്കിൽ വലിയ മാറ്റം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്ത് പാഠപുസ്തകങ്ങളെല്ലാം നമുക്കറിയാം NCERTയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റലുകൾ, പിന്നെ സയൻസിൻ്റെ കാര്യത്തിൽ സോഷ്യൽ സയൻസ്, പൊളിറ്റിക്സ്, സിവിക്സ്, ഹിസ്റ്ററി, ഇതിലൊക്കെ തന്നെ പലതരത്തിലുള്ള വെട്ടിമാറ്റലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു, കേരളം ആയിട്ട് ബന്ധപ്പെട്ട് വർഗീയമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വർഗീയ ലഹളകളില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണരുത്. കാരണം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഓരോ നിയമങ്ങൾ, ഇപ്പോൾ CAA, NRC അടക്കമുള്ള നിയമങ്ങൾ, ശബരിമല വിഷയമടക്കം വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടിയിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ നടത്തുന്നു. വഖഫ് ബോർഡിൻ്റെ വിഷയങ്ങൾ, വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത് മനുഷ്യരുടെ മനസ്സിലേക്ക് വർഗീയമായി ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വളർന്നു വരുന്ന തലമുറയെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടി പാഠപുസ്തകങ്ങൾ വരെ തിരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷക്ക് പേരുകേട്ട ഇടങ്ങളിൽ പോലും വർഗീയമായി ധ്രുവീകരിക്കപ്പെടുകയും ആരാധനാലയങ്ങളുടെ ഏറ്റവും അടിയിൽ മാന്തി നോക്കിക്കൊണ്ട് അത് മറ്റൊരു തരത്തിൽ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്ന സമയത്താണ് ഈ കേരളം അതിനെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മതനിരപേക്ഷക്ക് പേരുകേട്ട രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് നിസ്സാരമായി കാണാൻ പാടില്ല. ആരാധനാലയങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട്, മതവിശ്വാസികളും സഹകരിച്ചുകൊണ്ട് മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നു. ഇവിടെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ഓരോ ഘട്ടത്തിലും ഇല്ലാതെയാക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ ശ്രമം
ശ്രമങ്ങൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പാഠപുസ്തകങ്ങൾ തിരുത്തുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലും അതിനടിസ്ഥാനത്തിൽ തിരുത്തിയ പാഠപുസ്തകങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്ത ചരിത്രമല്ല, യഥാർത്ഥ ചരിത്രം പഠിക്കാൻ, യഥാർത്ഥ രീതിയിൽ പഠിക്കാനുള്ള ഒരു അവസരം ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തേ ഉള്ളൂ. അത് അഭിമാനത്തോടെ നമുക്ക് പറയാം. നമ്മുടെ കേരളത്തിലാണ് ആ പാഠപുസ്തകങ്ങൾ വെട്ടിമാറ്റുമ്പോഴും ആ ചരിത്രം ഇവിടെ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല. സർ, തൊഴിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. തൊഴിലില്ലായ്മ കുറച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പീരിയോഡിക്കൽ ലേബർ സർവേ പ്രകാരം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 1.5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ഫോർമലായിട്ട് തന്നെ തൊഴിൽ PSC മുഖാന്തരം ലഭിക്കുന്ന സംവിധാനമുണ്ടായി. സംരംഭക വർഷം അടക്കമുള്ള പദ്ധതികളിലൂടെ നിരവധി പേർക്ക് ഇൻഫോർമൽ അടക്കമുള്ള മേഖലകളിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ 1-ാം സ്ഥാനം കേരളമാണ്. അതോടൊപ്പം തന്നെ കൊച്ചിയും തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യാൻ ഇന്ത്യയിലെ രാജ്യങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന ഇതര സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറത്തുപോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു വലിയൊരു വിഭാഗം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അത് പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ വേജുള്ള സംസ്ഥാനം കൂടിയായിട്ട് പോലും ഈ ബ്ലൂ കോളർ ജോബ് അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ഡിഗ്നിറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു തോന്നലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേമനിധികൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ ഇപ്പോൾ ഈ വർക്കിംഗ് അവേഴ്സ് ആക്കിയിട്ട് മാറ്റണം. അതോടൊപ്പം തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ ക്ഷേമനിധികൾ പ്രകാരം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചല്ല, ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് they are not comparing with any other states, they are comparing with other countries. മറ്റു രാജ്യങ്ങളിൽ കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല സംവിധാനങ്ങളുണ്ട് എന്ന തോന്നലാണ്. ആ സൗകര്യം നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം ഇപ്പോൾ നമ്മുടെ ക്ഷേമനിധിയിലെ പ്രവർത്തനങ്ങൾ തന്നെ കുറച്ചും കൂടെ ആകർഷകമാക്കി കഴിഞ്ഞാൽ, കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാനുള്ള രീതിയിലേക്ക് ആളുകൾക്ക് മാറാൻ കഴിയും. അതോടൊപ്പം തന്നെ മാനുവൽ ജോബുകൾ ചെയ്യുന്നവർക്ക് അതിനുള്ള ഒരു ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ, അവാർഡുകൾ, സക്സസ് സ്റ്റോറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് പെൻഷൻ അത് കൃത്യസമയത്ത് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അവസാനമായി സ്പോർട്സ് മേഖലയെ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലഹരിക്കെതിരായിട്ട് ഒരുപാട് ക്ലാസ് എടുത്തത് കൊണ്ട് ലഹരി വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് രുചിച്ച് നോക്കിക്കൂടെ എന്നൊരു തോന്നലാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് ഡയറക്റ്റായിട്ട് അങ്ങനെ മാത്രം അഡ്രസ്സ് ചെയ്താൽ പോരാ. ഈ ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് തന്നെ നയപ്രകാരം ഒരു ഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ ഓരോ വാർഡുകളിലും എന്തെങ്കിലും തരത്തിൽ കളിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എല്ലാ വാർഡുകളിലും ഉണ്ടാകണം. സ്കൂൾ ഗ്രൗണ്ടുകൾ നവീകരിച്ചുകൊണ്ട് പുറമേയുള്ള ആളുകൾക്ക് കൂടി കളിക്കാൻ കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ക്ലബ്ബുകളുമായി ചേർന്ന് കൊടുക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാകണം. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് സ്പോർട്സ് വകുപ്പിന് ഇപ്പോൾ അനുവദിച്ച ഫണ്ടുകൾ യാതൊരു തരത്തിലും അത് വെട്ടിക്കുറക്കലുകളില്ലാതെ വളരെ വേഗത്തിൽ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ കഴിയണം. സ്പോർട്സ് കൗൺസിലിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഏജൻസിയാണ് ഇപ്പോൾ എല്ലാ ഗ്രൗണ്ടുകളും എടുത്തിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ ജില്ലാതലത്തിൽ MLA-മാർക്ക് കൂടി തെരഞ്ഞെടുത്തുകൊണ്ട് ഗ്രൗണ്ടുകൾ ഏജൻസികളെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ, ഒരൊറ്റ ഏജൻസി എല്ലാ കേരളത്തിലെ ഗ്രൗണ്ടുകളും എടുക്കുന്ന സമയത്ത് സമയബന്ധിതമായി തീർക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി ചെയ്തു തന്നു കഴിഞ്ഞാൽ സമയബന്ധിതമായി നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആളുകളുടെ കുറവും സംവിധാനങ്ങളുടെ കുറവുണ്ട്. പട്ടാമ്പിയിൽ താലൂക്ക് മിനിസ്റ്ററുടെ കൂടി ഏരിയയാണ്. അവിടെ താലൂക്ക് ആസ്ഥാനത്ത് ഒരു സർക്കിൾ ഓഫീസ് ഉണ്ടാക്കാനും അതിനുവേണ്ട സംവിധാനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.